ഇവരെ കൊണ്ട് അതുവരെ ചെയ്യിപ്പിച്ചു. അയാള് റൊമാൻസ് പോകുമ്പോ അയാളുടെ സൈഡിൽ പോയി നിർത്തി. റൊമാൻറ്റിഷ് ഈ എനർജിയാണ് പടത്തിൽ എന്തായാലും. അപ്പോ ഈ വരുന്ന ഫെബ്രുവരി 14 പടം റിലീസ്. കപ്പിൾസിനും സിംഗിൾസിനും പോയി കാണാൻ പറ്റിയ പടമാണ്. മറക്കണ്ട, തിയേറ്ററിൽ കാണാം. ആ ദിവസം എന്തായാലും ഉറപ്പാണ്. ഫൈനലിൽ കണ്ടതിനെക്കാട്ടും ഇരട്ടി പരിപാടിയാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ആ ഏകദേശം അസംഷൻ ആണെന്നൊക്കെ മനസ്സിലായ സമയത്ത് എന്നോട് മാത്യു ചോദിച്ചു, ഇവിടെ എങ്ങനെയുണ്ട് പിള്ളേർ എങ്ങനെയുണ്ട്? കാരണം അച്ഛനൊക്കെ പറഞ്ഞ പോലെ കഴിഞ്ഞ കോളേജിൽ കുറച്ച് ഷോക്ക് വരും. അപ്പോ പിള്ളേരെ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് തന്നെ പറയാം, ചെറിയൊരു ഹോള്, മുകളിലൊരു ബാൽക്കണി, സൈഡിലൊക്കെ കോറിഡോർ, പക്ഷെ അവൻ നിൽക്കാൻ പറ്റില്ല. അമ്മാതിരി എനർജി ആയിരിക്കും. ഞാൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അന്ന് ഞാൻ പറയുന്ന സമയത്ത് ഇവിടെ ഒരു പരിപാടികളെ ഇവരെ കൊണ്ട് അതുവരെ ചെയ്യിപ്പിച്ചു. പരിപാടി ആ എനർജിയുടെ ഒരു 3-ഇരട്ടി 4-ഇരട്ടി 5-ഇരട്ടി 6-ഇരട്ടിയൊക്കെ തിയേറ്ററിൽ പടത്തിൽ കാണാൻ പറ്റുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോ എല്ലാവരും 14 തന്നെ തിയേറ്ററിൽ കാണുക, എന്നിട്ട് പടം അടിച്ചു പൊളിക്കുക. ഓക്കെ, നമ്മുടെ എനർജി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടായ ഒരു സിനിമയാണിത്. അപ്പം എന്താണെങ്കിലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. 14-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണണം. ഒരു സംശയം ചോദിച്ചിട്ട് എങ്ങനെയാണോ മെമ്മറീസ് ഷൂട്ട് ചെയ്തത്? മെമ്മറീസ് എന്നുള്ള സിനിമ അല്ലല്ലോ, അപ്പോൾ എല്ലാവർക്കും ഹായ്, നമസ്കാരം. ഈ പറഞ്ഞ പോലെ തന്നെയാണ്, എന്താ പറയാ, പ്രേമലൂര് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് ഞങ്ങൾക്കുള്ള ആൾക്കാരൊക്കെ കൂടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയി കഴിക്കാൻ പോകുമ്പോൾ ട്രെയിലർ കണ്ടിരുന്ന് കഴിക്കുക. കഴിച്ചില്ലേ? കഴിച്ചോ? ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾ നിങ്ങളെ കാണാൻ ഓടുന്നത് കഴിക്കുന്നുണ്ട്. വേറെ കോളേജിൽ എന്തെങ്കിലും കൂട്ടാവുന്നത്. അപ്പൊ ഈ കണ്ട എനർജി തന്നെ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നതാണ്. കാരണം അങ്ങനെയുള്ളൊരു അടിച്ചുപൊളി എന്റർടൈൻമെന്റ് പടമാണ്. ഫെബ്രുവരി 14 വാലന്റൈൻസിനും സിംഗിൾസിനും എല്ലാവർക്കും പോയി കാണാം. അങ്ങനെ ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. അപ്പോ എക്സാമിന്റെ ടെൻഷൻ കാരണം റീല് സ്ക്രോൾ ചെയ്ത് പോയപ്പോ ഒരു വീഡിയോ കണ്ടു. ഫെബ്രുവരി 14-ാം തീയതി കമ്മിറ്റഡ് ആവാൻ താല്പര്യമുള്ളവർക്ക് തിയേറ്ററിൽ പോയി പ്രപ്പോസ് ചെയ്താൽ മതിയെന്നാണ്. നമുക്ക് ഒരു പരിചയമില്ലാത്തവരാണ് നമുക്ക് ഇഷ്ടമൊക്കെ എങ്ങനെ കൊണ്ടുപോകും? ഞാനൊന്ന് എടുത്ത് പറഞ്ഞിരുന്നു, പ്രപ്പോസ് ചെയ്യാൻ പ്ലാനുള്ള വരാൻ തയ്യാറായിട്ടുള്ള ഒരാളില്ല. ആ ഐഡിയ വർക്കാവും. അല്ലെങ്കിൽ എന്തെങ്കിലും അയാള് റൊമാൻസ് പോകുമ്പോ അയാളുടെ സൈഡിൽ
ഇവര് എനിക്ക് കൂട്ടത്തില് സംഘവും മാത്യു ഇവര് കാണുന്ന കൂട്ടത്തില് ഇത്രയും മൂവിയിൽ അഭിനയിച്ചിട്ട് സ്വന്തം കാസർഗോഡ് ഭാഷ ഉപയോഗിക്കാൻ പറ്റിയപ്പോൾ ഉണ്ടായ സന്തോഷം അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ അതിനെ പറ്റി പറയാം. ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷം എന്താണെന്ന് അറിയാം, ഞാൻ പറയുന്ന ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ ഡബിങ്ങിൽ നോക്കിയാൽ മതിയല്ലോ. എഡിറ്റ് കാര്യം പറയുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ കാസർഗോഡ് ഞാൻ കേട്ട് വളർന്നതും ആൾക്കാരൊക്കെ പറയുന്നതായ ഒരു സ്ലാങ്ങാണ്. അപ്പൊ അതൊരു സിനിമയിൽ പറയാൻ അവസരം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. മമ്മൂട്ടി സാറിനോട് അഭിനയിച്ചിട്ട് ഉള്ള എക്സ്പീരിയൻസ്. ഒന്നാമത് വികൃത ഫാനാണ് മമ്മൂട്ടിയുടെ. അപ്പോ അങ്ങനത്തെ ഒരാളെ മമ്മൂട്ടിയോട് അഭിനയിക്കുക, അത് രണ്ടാമത്തെ പടമുള്ളൂ. അപ്പോ ഏറ്റവും കൂടുതൽ പ്ലസ് ആയിട്ട് കിട്ടിയെന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മമ്മൂട്ടിനെ കിട്ടി. അപ്പൊ അതാണ് ഏറ്റവും അടിപൊളി. പിന്നെ എക്സ്പീരിയൻസ് ലോങ് ലൊക്കേഷൻ നമുക്ക് ഷെയർ പറഞ്ഞറിയിക്കാൻ കുറച്ചധികം കൊടുക്കുന്നു. ഫീൽ ചെയ്ത കാര്യമാണ് പൊളിയാണ്. മെമ്മറബിൾ മൊമെന്റ്സ് ഒക്കെ പറയാം. എല്ലാം അടിപൊളിയായിരുന്നു. ആദ്യത്തെ 2 ദിവസത്തെ എല്ലാ